മതം ജനങ്ങളുടെ ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവാണ്. അത് ജനങ്ങളുടെ ദുഃഖത്തിന്റെ പ്രകടനവും അവരുടെ ദുരിതത്തിന്റെ ആശ്വാസവുമാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. മാർക്സിന്റെ വിമർശനം ഇന്നത്തെ ലോകത്തും വളരെ പ്രസക്തമാണ്. മതവിദ്വേഷം പലപ്പോഴും സാമ്പത്തിക അസമത്വവും രാഷ്ട്രീയ അധികാരവും സാമൂഹിക അനീതിയും മറച്ചുപിടിക്കാനുള്ള ഒരു മുഖംമൂടിയാണ്. ലോകത്ത് നടക്കുന്ന ഏതൊരു കലാപവും കേവലം മതത്തിന്റെയോ വംശത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ വെറുപ്പിന്റെയോ പുറത്ത് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. കാൾ മാർക്സ് പറഞ്ഞതുപോലെ മതം ഒരു മയക്കുമരുന്നാണ്. പക്ഷെ നമുക്ക് ഈ മയക്കത്തിൽ നിന്ന് ഉണരാൻ സാധിക്കേണ്ടതുണ്ട്. മനുഷ്യചരിത്രത്തെ രക്തത്തിൽ മുക്കിയ, സമൂഹങ്ങളെ വിഭജിച്ച, എന്നാൽ ഇന്നും നമ്മുടെ ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് മതവിദ്വേഷം. മതം പലർക്കും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു ശക്തിയാണ്. എന്നാൽ അതേ മതം ചരിത്രത്തിലുടനീളം വിദ്വേഷത്തിന്റെയും ആക്രമണത്തിന്റെയും ഉപകരണമായി മാറിയിട്ടുണ്ട്. മതവിദ്വേഷത്തിന്റെ ചരിത്രം, അതിന്റെ സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ, ശാസ്ത്രീയ ഭൗതിക വീക്ഷണത്തിലൂടെ അതിന്റെ വിശകലനം, കാൾ മാർക്സിന്റെ മതത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ വിമർശനങ്ങൾ, ഇന്ത്യയിലെ മതകലാപങ്ങളുടെ ചരിത്രം, ഒപ്പം ലോകത്ത് ഇന്ന് നടക്കുന്ന മതവിദ്വേഷപരമായ കലാപങ്ങൾ. ഇന്നത്തെ വിഷയം ഇതാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കാൾ മാർക്സ് പറയുകയുണ്ടായി. മതവിദ്വേഷം എന്തുകൊണ്ടാണ് മനുഷ്യരാശിയെ ഇല്ലാതാക്കുന്നത്ര ശക്തമായ ഒരു ശക്തിയായി മാറുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിലും നമ്മുടെ സമൂഹത്തിന്റെ ഘടനയിലും ശാസ്ത്രീയമായ വിശകലനത്തിലും നമുക്ക് തേടാം. മതവിദ്വേഷം എന്നത് മനുഷ്യന്റെ സംഘജീവനത്തിന്റെ തുടക്കത്തോടെ രൂപപ്പെട്ട ഒരു പ്രതിഭാസമാണ്. മനുഷ്യർ തങ്ങളുടെ ഗോത്രങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കാൻ നമ്മളെന്നും നിങ്ങളെന്നും വിഭജിച്ചു. പുരാതന ഈജിപ്തിൽ ഫറവോമാർ തങ്ങളുടെ ദേവന്മാരെ മറ്റുള്ള ദേവന്മാരെക്കാൾ ശക്തരായി കണക്കാക്കി. ബാബിലോണിയൻ, ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളിൽ മതവിശ്വാസങ്ങൾ രാഷ്ട്രീയ അധികാരത്തിന്റെ ഉപകരണങ്ങളായി മാറി. നിന്റെ ദൈവം എന്റെ ദൈവത്തെക്കാൾ താഴ്ന്നവൻ മനോഭാവം മനുഷ്യദ്വേഷത്തിന്റെ ആദ്യത്തെ വിത്തുകൾ പാകി. ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് പ്രാകൃതമായ ഒരു കാലഘട്ടത്തിലാണ് മതങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ മതങ്ങളിൽ ആ കാലഘട്ടത്തിന് അനുസൃതമായ പ്രാകൃതമായ രീതികളും ചിന്താധാരകളും ഉണ്ടായിരുന്നു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ആ പ്രാകൃത ചിന്തകളുടെ ശേഷിപ്പുകൾ ഇപ്പോഴും ഈ പുരോഗമന മനുഷ്യർ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. മധ്യകാല യൂറോപ്പിൽ മതവിദ്വേഷം ഒരു സംഘടിത രൂപം പ്രാപിച്ചു. 11-13 നൂറ്റാണ്ടുകളിലെ യുദ്ധങ്ങൾ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിലുള്ള ഒരു മതപ്പോരിക എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെട്ടു. എന്നാൽ ഈ യുദ്ധങ്ങൾക്ക് പിന്നിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ജെറുസലേം പോലുള്ള വിശുദ്ധ നഗരങ്ങൾക്ക് വ്യാപാരതകളുടെ നിയന്ത്രണത്തിന്റെ പ്രതീകമായിരുന്നു. ഇത്തരം യുദ്ധങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് കാരണമായി. ക്രിസ്ത്യൻ സൈന്യങ്ങൾ മുസ്ലിങ്ങളെയും യഹൂദരെയും അവിശ്വാസികളിൽ നിന്ന് മുദ്രകുത്തി കൂട്ടക്കൊലകൾ നടത്തി. ഇതേസമയം മുസ്ലിം സൈന്യങ്ങളും പ്രത്യാക്രമണങ്ങൾ നടത്തി. മതം ഇവിടെ ഒരു ആയുധമായി മാറി. മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിന് പകരം അവരെ വിഭജിക്കാനുള്ള ഒരു ഉപകരണമായി. മതവിദ്വേഷം യൂറോപ്പിൽ മാത്രം ഒതുങ്ങിയില്ല. 12-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭ മതവിചാരണകൾ ആരംഭിച്ചു. അവിശ്വാസികളിൽ നിന്ന് മുദ്രകുത്തപ്പെട്ടവരെ, പ്രത്യേകിച്ച് യഹൂദർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻ വിമത വിഭാഗങ്ങൾ തുടങ്ങിയവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. 1184 ഫ്രാൻസിലെ ലെമുഡോക്കിൽ കത്താൻ വിഭാഗത്തിൽപ്പെട്ടവരെ ഉന്മൂലനം ചെയ്യാൻ സഭ നടത്തിയ ശ്രമങ്ങൾ ഒരു മതവിദ്വേഷപരമായ കൂട്ടക്കൊലയായി മാറി. ഇന്ത്യയിലും മതവിദ്വേഷത്തിന്റെ ചരിത്രം പുരാതനമാണ്. മുഗൾ ഭരണകാലത്ത് ചില ഭരണാധികാരികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു. മറ്റു ചിലർ മതസഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിച്ചു. ഉദാഹരണത്തിന് അക്ബർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി ശ്രമിച്ചപ്പോൾ ഔറംഗസേബിന്റെ ഭരണകാലത്ത് മതപരമായ വിവേചനങ്ങൾ വർദ്ധിച്ചതായി പറയപ്പെടുന്നു. 1844 കാൾ മാർക്സിന്റെ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ്സ് എന്ന കൃതിയിൽ മതത്തെക്കുറിച്ചുള്ള തന്റെ പ്രസിദ്ധമായ വാചകം എഴുതി. മതം ജനങ്ങളുടെ ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവാണ്. അത് ജനങ്ങളുടെ ദുഃഖത്തിന്റെ പ്രകടനവും അവരുടെ ദുരിതത്തിന്റെ ആശ്വാസവുമാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഈ വാചകം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാർക്സ് മതത്തെ വെറും കറുപ്പ് എന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞില്ല. പകരം അദ്ദേഹം പറഞ്ഞത് മതം മനുഷ്യരുടെ സാമൂഹിക സാമ്പത്തിക ദുരിതങ്ങളുടെ ഒരു പ്രതിഫലനമാണ് എന്നാണ്. ദാരിദ്ര്യവും അടിച്ചമർത്തലും നിറഞ്ഞ ഒരു ലോകത്ത് മനുഷ്യൻ മതത്തിൽ ആശ്വാസം തേടുന്നു. എന്നാൽ ഈ ആശ്വാസം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ അകറ്റുകയും ഭരണവർഗത്തിന്റെ അടിച്ചമർത്തലിനെ ന്യായീകരിക്കുമെന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. മാർക്സിന്റെ ഭൗതികവാദപരമായ മെറ്റീരിയലിസ്റ്റിക് വീക്ഷണത്തിൽ മതം മനുഷ്യന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയുടെ ഒരു ഉൽപ്പന്നമാണ്. ഫ്യൂഡൽ സമൂഹങ്ങളിൽ മതം രാജാക്കന്മാരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും അധികാരത്തെ ദൈവനിയോഗമെന്ന് ന്യായീകരിച്ചു. മുതലാളിത്ത സമൂഹങ്ങളിൽ മതം തൊഴിലാളികളെ അടക്കി നിർത്താനുള്ള ഒരു ഉപകരണമാണ്. മാർക്സിന്റെ വാദം മതവിദ്വേഷവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമാണ്. മതവിദ്വേഷം പലപ്പോഴും സാമ്പത്തികവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളാൽ നയിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് മധ്യകാല യൂറോപ്പിൽ മതവിചാരണകൾ സഭയുടെ ഭൂമിയും സമ്പത്തും സംരക്ഷിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. ഇന്ത്യയിലെ മതകലാപങ്ങൾ പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനോ ഭൂമി സമ്പത്ത് തർക്കങ്ങളുടെയോ ഫലമായിരുന്നു. മാർക്സിന്റെ വിമർശനം ഇന്നത്തെ ലോകത്തും വളരെ പ്രസക്തമാണ്. മതവിദ്വേഷം പലപ്പോഴും സാമ്പത്തിക അസമത്വവും രാഷ്ട്രീയ അധികാരവും സാമൂഹിക അനീതിയും മറച്ചുപിടിക്കാനുള്ള ഒരു മുഖംമൂടിയാണ്. ഉദാഹരണത്തിന് മധ്യപൂർവേഷ്യയിലെ മതപരമായ സംഘർഷങ്ങൾ എണ്ണ വിഭവങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കൂടി കെട്ടുപണിഞ്ഞു കിടക്കുന്നതാണ്. ഇന്ത്യയിലെ മതവിദ്വേഷം രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് നേടാനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും വിഭജനവും
മതവിദ്വേഷത്തിന്റെ ഏറ്റവും രക്തരൂഷിതമായ അധ്യായങ്ങളിലൊന്നായിരുന്നു. 1947 ഇന്ത്യയും പാകിസ്ഥാനും രൂപീകരിക്കപ്പെട്ടപ്പോൾ ഹിന്ദു മുസ്ലിം കലാപങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണത്തിനും കോടിക്കണക്കിന് ആളുകളുടെ അഭയാർത്ഥി പ്രവാഹത്തിനും കാരണമായി. ഈ കലാപങ്ങൾ മതവിദ്വേഷത്തിന്റെ ഒരു ഉദാഹരണം മാത്രമല്ല, രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളുടെ ഫലവുമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കുക എന്ന നയം ഹിന്ദു മുസ്ലിം വിഭജനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഈ കലാപങ്ങളിൽ മതം ഒരു ഉപകരണമായി മാറി, ജനങ്ങളെ വിഭജിക്കാനും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനും. 1984 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം ഡൽഹിയിലും മറ്റ് നഗരങ്ങളിലും സിഖ് വിരുദ്ധ കലാപങ്ങൾ അരങ്ങേറി. ആയിരക്കണക്കിന് സിഖുകാർ കൊല്ലപ്പെട്ടു, അവരുടെ വീടുകളും ബിസിനസ്സുകളും തകർക്കപ്പെട്ടു. ഈ കലാപം മതവിദ്വേഷത്തിന്റെ മറ്റൊരു രൂപമായിരുന്നു. ഒരു മതവിഭാഗത്തെ ശത്രു എന്ന മുദ്രകുത്തി അവർക്കെതിരെ അക്രമം കഴിച്ചുവിടുകയായിരുന്നു. 2002 ഗോദ്രയിലെ ട്രെയിൻ തീവപ്പും തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവും ആധുനിക ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ മതവിദ്വേഷപരമായ സംഭവങ്ങളിലൊന്നാണ്. ഗോദ്രയിൽ ഒരു ട്രെയിനിന് തീയിട്ട സംഭവത്തെ തുടർന്ന് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1000-ലധികം പേർ ഈ കലാപത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടു. ഇതൊരു മതവിദ്വേഷത്തിന്റെ ഉദാഹരണം മാത്രമല്ല, രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളുടെ ഫലം കൂടിയായിരുന്നു. ലോകത്ത് നടക്കുന്ന ഏതൊരു കലാപവും കേവലം മതത്തിന്റെയോ വംശത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ വെറുപ്പിന്റെയോ പുറത്ത് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. അതിനു പുറകിൽ കൃത്യമായ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ട് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ മതവിദ്വേഷ കലാപങ്ങളിൽ മതവിദ്വേഷം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നു. ദാരിദ്ര്യവും വിഭവങ്ങളുടെ അഭാവവും മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. ജാതി, മതം, പ്രാദേശികത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിഭജന ശ്രമങ്ങൾ മതവിദ്വേഷത്തെ ശക്തിപ്പെടുത്തുന്നു. ഞങ്ങളും നിങ്ങളും എന്ന വേർതിരിവ് ഇന്ത്യയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. മധ്യപ്രദേശിൽ 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് മതവിദ്വേഷത്തിന്റെ ഒരു ആധുനിക രൂപമായി ഉയർന്നു വന്നു. ഷിയ സുന്നി വിഭജനത്തെ അടിസ്ഥാനമാക്കി ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തി. യസീദികൾ, ക്രിസ്ത്യാനികൾ, മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ എന്നിവരെ പീഡിപ്പിച്ചു. ഈ സംഘർഷങ്ങൾ മതപരമായ മാത്രമല്ല, എണ്ണ വിഭവങ്ങളുടെ നിയന്ത്രണവും ഭൂമിശാസ്ത്രപരമായ അധികാരവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നു. മതം ഇവിടെ ഒരു മുഖം കൂടി മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യം സാമ്പത്തികവും രാഷ്ട്രീയവുമായ അധികാരമാണ്. 2017 മ്യാൻമറിൽ റോഹിംഗ്യ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ബുദ്ധമത ഭൂരിപക്ഷം ഒരു വംശനാശപരമായ ആക്രമണം നടത്തി. ലക്ഷക്കണക്കിന് പേർ ബംഗ്ലാദേശിലേക്ക് അഭയാർത്ഥികളായി പലായനം ചെയ്യപ്പെട്ടു. ഈ സംഭവം മതവിദ്വേഷത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഒരു മതത്തെ അന്യർ എന്ന് മുദ്രകുത്തി അവർക്കെതിരെ ആക്രമണം കഴിച്ചുവിടുന്നത് അംഗീകരിക്കാനാവുമോ? തമിഴ് സിംഹള സംഘർഷം ശ്രീലങ്കയിൽ 1983 മുതൽ 2009 വരെ നീണ്ടുനിന്നു. തമിഴ് സിംഹള സംഘർഷം മതവിദ്വേഷത്തിന്റെ മറ്റൊരു രൂപമായിരുന്നു. ബുദ്ധമത ഭൂരിപക്ഷമായ സിംഹളരും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട തമിഴരും തമ്മിലുള്ള സംഘർഷം ഏറെക്കാലം ഇത് നീണ്ടുനിന്നു. ഇത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് കാരണമായി. മനഃശാസ്ത്രപരമായി മതവിദ്വേഷം മനുഷ്യന്റെ നമ്മളെന്നും അവർ എന്നുമുള്ള ഗോത്ര മനോഭാവത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. സാമൂഹിക ഐഡന്റിറ്റി സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യർ തങ്ങളുടെ ഗ്രൂപ്പിനെ ഉയർത്തി കാണിക്കാനും മറ്റ് ഗ്രൂപ്പുകളെ താഴ്ത്തി കാണിക്കാനും പ്രവണത കാണിക്കുന്നു. മതം ഈ ഗ്രൂപ്പ് ഐഡന്റിറ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ശാസ്ത്രീയ ഭൗതിക വീക്ഷണത്തിൽ മതവിദ്വേഷം സാമ്പത്തിക രാഷ്ട്രീയ ഘടകങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ്. മാർക്സിന്റെ വാദപ്രകാരം മതവിദ്വേഷം ഭരണവർഗം തങ്ങളുടെ അധികാരം നിലനിർത്താനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയിൽ മതകലാപങ്ങൾ പലപ്പോഴും ഭൂമി, സമ്പത്ത്, രാഷ്ട്രീയ തത്വങ്ങളുടെ അല്ലെങ്കിൽ താല്പര്യങ്ങളുടെ ഫലമാണ്. മതവിദ്വേഷം പലപ്പോഴും എൻ്റെ മതം മാത്രമാണ് ശരിയെന്നൊരു അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ശാസ്ത്രം എല്ലാ മതങ്ങളെയും മനുഷ്യനിർമ്മിതമായ സാമൂഹിക ഘടനകളായാണ് കാണുന്നത്. മതവിദ്വേഷത്തിന്റെ പരിഹാരം മതേതരത്വത്തിലും ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിലുമാണ്. ഇന്ത്യയുടെ ഭരണഘടന മതസ്വാതന്ത്ര്യത്തെ ഒരു മൗലികാവകാശമായി നിർവചിക്കുന്നു. എന്നാൽ മതേതരത്വം വെറും നിയമങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. അതും ജനങ്ങളുടെ മനസ്സിൽ വേരുവാണ്. മതവിദ്വേഷത്തിന്റെ പേരിൽ സാമ്പത്തിക അസമത്വത്തിലാണ്. ദാരിദ്ര്യവും അനീതിയും മതവിദ്വേഷത്തിന് ഇന്ധനം നൽകുന്നു. സാമൂഹിക സാമ്പത്തിക നീതി മതവിദ്വേഷത്തിന്റെ വേരറുക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. മതങ്ങൾ തമ്മിലുള്ള സംഭാഷണവും ഐക്യവും പ്രോത്സാഹിക്കപ്പെടണം. നമ്മുടെ രാജ്യത്ത് അതിന് വിപരീതമായാണ് സംഭവിക്കുന്നത് എന്നത് മറ്റൊരു സത്യം. പ്രിയ സുഹൃത്തുക്കളെ, മതവിദ്വേഷം മനുഷ്യ ചരിത്രത്തിലെ ഒരു ദുഃഖകരമായ അധ്യായമാണ്. എന്നാൽ ഇത് മനുഷ്യന്റെ ശാശ്വതമായ വിധിയല്ല. ശാസ്ത്രീയ വിദ്യാഭ്യാസം, സാമൂഹിക നീതി, മതേതര മനോഭാവം ഇവയിലൂടെ നമുക്ക് മതവിദ്വേഷത്തിന്റെ വേരെടുക്കാൻ കഴിയും. കാൾ മാർക്സ് പറഞ്ഞതുപോലെ മതം ഒരു മയക്കുമരുന്നാണ്. പക്ഷേ നമുക്ക് ഈ മയക്കത്തിൽ നിന്ന് ഉണരാൻ സാധിക്കേണ്ടതുണ്ട്. ഒരു ലോകം എല്ലാ മനുഷ്യരും മതത്തിന്റെ പേര് പറഞ്ഞ് വിഭജിക്കപ്പെടാതെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ലോകം, അത് സാധ്യമാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.